ഹലോ കൂട്ടുകാരെ, സ്മിത ബസിൻ്റെ ഈ കഥകളിലേക്ക് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാൻ സുഖമായിരിക്കുന്നു കേട്ടോ. ഞാൻ സുനിൽ. വീട്ടുകാരും നാട്ടുകാരും സുനി എന്ന് വിളിക്കും. 22 വയസ്സുണ്ട്. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് PSCയും എഴുതി നടക്കുന്നു. വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ. അച്ഛൻ ഓട്ടോ ഡ്രൈവർ ആയിരുന്നു, അമ്മ വീട്ടുഭരണം. അനിയൻ 10ൽ പഠിക്കുന്നു. അച്ഛന് പെട്ടെന്ന് BP കൂടി ഒരു ഭാഗം തളർന്ന് കിടപ്പിലായി. അമ്മ ചെറിയ ജോലികൾക്ക് പുറത്തു പോയി ഞങ്ങളെ പഠിപ്പിച്ചു. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് പലയിടത്തും ജോലിക്ക് ശ്രമിച്ചു, പക്ഷെ ഒന്നും ശരിയായില്ല. അങ്ങനെ ഞാൻ അച്ഛന്റെ ഓട്ടോ ഓടിക്കാൻ തീരുമാനിച്ചു. ഞാൻ ലൈസൻസും എടുത്ത് അച്ഛന്റെ ഓട്ടോ ഓടുവാൻ തുടങ്ങി. എന്റെ നാട്ടിലെ ഒരു പ്രധാന സ്റ്റാൻഡിൽ ഞാൻ ഓട്ടോ ഡ്രൈവറായി. അച്ഛന്റെ ചികിത്സ, അനിയന്റെ പഠിത്തം, വീട്ടുചെലവ് എല്ലാം കൂടി ഞാൻ റെസ്റ്റ് ഇല്ലാതെ ഓടുവാൻ തുടങ്ങി. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ഞാൻ രാവിലെ 11 മണിയാകുമ്പോൾ സ്റ്റാൻഡിലെത്തും. രാത്രി 1 മണി 2 മണിയാകുമ്പോൾ വീട്ടിലേക്ക് മടങ്ങും. അതാണ് പതിവ്. ചില ദിവസങ്ങളിൽ രാത്രിയിൽ സ്റ്റാൻഡിൽ ഞാൻ മാത്രമേ കാണൂ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രിയിൽ ഒരു 9:30 ആയപ്പോൾ ജംഗ്ഷനിൽ ഒരു ബസ് വന്നു നിന്നു. അതിൽ നിന്നും കുറെ ആളുകൾ ഇറങ്ങി. അതിൽ നിന്നും ഒരു സ്ത്രീ എന്റെ ഓട്ടോയുടെ അടുത്തേക്ക് വന്നു. ഒരു ചുവപ്പ് പട്ടുസാരിയാണ് വേഷം. ഒരു 29-30 വയസ്സ് കാണും. കാണാൻ അതിസുന്ദരി. മുല്ലപ്പൂവും ചൂടി കണ്ടാൽ ആരും കുതിച്ചു പോകുന്ന ഒരു കിടിലൻ പെണ്ണ്. അവർ എന്റെ വണ്ടിയുടെ അടുത്തേക്ക് വന്നു. ഓട്ടം പോവുമോ? അവൾ ശബ്ദം താഴ്ത്തി എന്നോട് ചോദിച്ചു. ഞാൻ അവരുടെ സൗന്ദര്യം ആസ്വദിക്കുകയായിരുന്നു. അവർ വീണ്ടും എന്നോട് ഓട്ടം പോകുമോ എന്ന് ചോദിച്ചു. എനിക്ക് അപ്പോഴാണ് ബോധം വീണത്. ഞാൻ അവരോട് കേറിക്കോ ചേച്ചി എന്നും പറഞ്ഞു. അവൾ വണ്ടിയിൽ കയറി. എങ്ങോട്ടാ? ഞാൻ പുറകിലേക്ക് തിരിഞ്ഞ് അവരോട് ചോദിച്ചു. നേരെ പോട്ടെ, പറയാം. ഞാൻ വണ്ടി അവർ പറഞ്ഞ ഭാഗത്തേക്ക് ഓടിച്ചു. ഇടയ്ക്കിടെ അവരുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ടായിരുന്നു. അവർ സംസാരിക്കാതെ ഫോൺ കട്ട് ചെയ്തു. വണ്ടി 3-4 കിലോമീറ്റർ പിന്നിട്ടു. എവിടെയാ പോകേണ്ടത്? ഞാൻ വീണ്ടും അവരോട് തിരക്കി. പെട്ടെന്ന് അവർ പൊട്ടിക്കരഞ്ഞു. ഞാൻ ഒന്ന് ഞെട്ടി. എന്തുപറ്റി? ഞാൻ വണ്ടി സൈഡിലേക്ക് ഒതുക്കി ചോദിച്ചു. അവർ ഒന്നും മിണ്ടാതെ കരച്ചിൽ തുടർന്നു. ഞാൻ ഒന്നും മനസ്സിലാകാതെ വണ്ടിയുടെ വെളിയിലിറങ്ങി. ഞാൻ ചുറ്റും നോക്കി. കുറ്റിരുട്ട്. വഴിയിൽ ഒരു മാനുമില്ല, മനുഷ്യനുമില്ല. ചേച്ചി, കാര്യം എന്താ? പറ ചേച്ചി. ഇതുവഴി പോലീസ് വരും. അവര് വന്നാ എനിക്ക് പണിയാകും. ഞാൻ ചേച്ചി എന്തെങ്കിലും ചെയ്തു എന്നും പറഞ്ഞ് എന്നെ പൊക്കിക്കൊണ്ട് പോവും. പ്ലീസ് ചേച്ചി, കരച്ചിൽ നിർത്ത്. എന്നിട്ട് കാര്യം പറ. അവർ കണ്ണുകൾ മെല്ലെ തുടച്ച് വണ്ടിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. താൻ പേടിക്കേണ്ട. പോലീസ് വന്നാലും ഞാൻ കാര്യം പറഞ്ഞോളാം. താൻ എന്നെ ഒന്നും ചെയ്തില്ലല്ലോ. ശരി ചേച്ചി, കരഞ്ഞെന്റെ കാര്യം പറ. അവർ എന്റെ മുഖത്തേക്ക് നോക്കി. അപ്പോഴും അവരുടെ കണ്ണു നിറയുന്നത് ഞാൻ കണ്ടു. ഞാൻ ജിയ. അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോള. എന്നെ ഒരു പണക്കാരന്റെ കൂടെയാണ് കല്യാണം കഴിച്ചു വിട്ടത്. എനിക്ക് ഒരു താല്പര്യവുമില്ലായിരുന്നു എന്റെ കല്യാണത്തിന്. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ സമ്മതിച്ചതാ. അയാളെ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അയാൾ ആള് ശരിയല്ല എന്ന്. 2 സൂപ്പർ മാർക്കറ്റ്, എറണാകുളത്ത് കാറിന്റെ ഒരു ഷോറൂമും എല്ലാം കൊണ്ടും ഒരു പേര് കേട്ട കോടീശ്വരൻ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ടിന്റെ പാർട്ടിക്ക് പോയതാണ്. അവിടെ വെച്ച് ഞാൻ കാണാൻ പാടില്ലാത്തൊരു തരത്തിൽ, അല്ല, ഒരു ഭാര്യയും കാണാൻ പറ്റാത്ത രീതിയിൽ അയാളെ ഞാൻ കണ്ടു. അയാളുടെ സുഹൃത്തിന്റെ ഭാര്യയുമായി. ഞാൻ എങ്ങനെ പറയും? അവർ വിങ്ങിപ്പൊട്ടി. പോട്ടെ ചേച്ചി, ഇവിടെ നിന്ന് കരഞ്ഞ പോലീസ് വന്ന പണിയാകും. ചേച്ചിക്ക് എവിടെയാ പോകണ്ടേ? ഞാൻ അവിടെ കൊണ്ടുവിടാം. എന്റെ വീട് കോട്ടയത്താണ്. ഞാൻ അയാളോട് പിണങ്ങി അവിടെ നിന്നും ഇറങ്ങിയത്. ഈ രാത്രിയിൽ ഞാൻ കോട്ടയത്തിന് പോയാൽ ശരിയാകില്ല. രാവിലെ പോകാമെന്നാ വിചാരിക്കുന്നേ. അയാൾ ഈ രാത്രിയിൽ എന്നെ കാണാതെ ഒന്ന് വിഷമിക്കട്ടെ. നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ? ചേച്ചി, നിങ്ങൾ പറയുന്നത് പോലെയാണെങ്കിൽ അയാൾ നിങ്ങളെ കാണാതെ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിലോ? ചേച്ചി ഓട്ടോയിൽ വെച്ചെങ്ങാനും പോലീസ് പിടിച്ചാൽ ഞാൻ തുമ്മും. അയാൾ പരാതിപ്പെടില്ല. അയാളുടെ വിചാരം ഞാൻ എന്റെ അച്ഛന്റെയും അമ്മയുടെയും അടുത്തേക്ക് പോയി എന്നായിരിക്കും. അയാൾ ചേച്ചിയുടെ വീട്ടിലേക്ക് വിളിച്ചാലോ? ഇല്ല, വിളിക്കില്ല. എന്റെ അച്ഛനുമായി അയാൾ 6 മാസമായി ഉടക്കിലാണ്. നിനക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? എന്ത് ഹെൽപ്പ്? ഈ രാത്രി എന്നെ ഈ ഓട്ടോയിൽ ഇവിടെ മുഴുവൻ കറക്കണം. രാവിലത്തെ ബസ്സിന് ഞാൻ കോട്ടയത്തേക്ക് പോകും. കാശ് എത്ര വേണമെങ്കിലും തരാം. എന്നാലും ചേച്ചി, ഞാൻ ഒന്നും മടിച്ചു. ഒരെന്നാലുമില്ല. നിനക്ക് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോ. ഇല്ലെങ്കിൽ വേറൊരു ഓട്ടോ അറേഞ്ച് ചെയ്തതാ. ഓക്കെ. അഥവാ പോലീസ് പിടിക്കുവാണെങ്കിൽ ചേച്ചി പറയണം എനിക്കൊന്നും അറിയില്ലായിരുന്നു എന്ന്. ശരി, നീ ധൈര്യമായിരിക്കും. അതും പറഞ്ഞ് ജിയ വണ്ടിക്കുള്ളിലേക്ക് കയറി. ഞാനും വണ്ടിയിൽ കയറി. വണ്ടി സ്റ്റാർട്ട് ചെയ്തു. വണ്ടി മുന്നോട്ട് നീങ്ങി. അല്പം കഴിഞ്ഞ് അവർ ചോദിച്ചു, എന്താ നിന്റെ പേര്? സുനിൽ. സുനീന്ന് വിളിക്കും. സുനീന്ന് ആര് വിളിക്കും? അച്ഛൻ, അമ്മ, കൂട്ടുകാർ, പിന്നെ എല്ലാരും വിളിക്കും. ലവർ എന്താ വിളിക്കുന്നത്? എനിക്ക് ലവർ ഇല്ല ചേച്ചി. ഈ നെട്ടോട്ടത്തിനിടയിൽ എവിടുന്നാ പ്രേമിക്കാനൊക്കെ സമയം? അവൾ ഒന്ന് ചിരിച്ചു. ഡാ, എനിക്ക് നല്ല വിശപ്പ്. നീ ഏതെങ്കിലും ഹോട്ടലിൽ വണ്ടി നിർത്ത്. നമുക്ക് വല്ലതും കഴിക്കാം. കുറച്ചു ദൂരം പോയാൽ ഒരു അടിപൊളി ഹോട്ടലുണ്ട്. നമുക്ക് അവിടെ നിന്ന് കഴിക്കാം. ഡാ, തട്ടുകടയുണ്ടെങ്കിൽ അവിടെ നിർത്തിയാൽ മതി. എനിക്ക് ഭയങ്കര ഇഷ്ടമാ തട്ടുകടയിലെ ഫുഡ്. ചെറുപ്പത്തിൽ അച്ഛൻ ഒരുപാട് തട്ടുദോശ വാങ്ങി തന്നിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ആ കോന്തൻ 5 സ്റ്റാർ ഫുഡേ വാങ്ങി തന്നിട്ടുള്ളൂ. ഞാൻ വഴിയരികിലെ ഒരു തട്ടുകടയിൽ ഓട്ടോ അടുപ്പിച്ചു. ഞാനും അവരും കൈ കഴുകി കസേരയിലിരുന്നു. അവിടുത്തെ ചേട്ടൻ ഞങ്ങൾക്ക് 2 ആൾക്കും ഭക്ഷണം തന്നു. ജിയ നല്ലതുപോലെ ആഹാരം കഴിച്ചു. ഞങ്ങൾ 2 ആളും പൈസയും കൊടുത്ത് അവിടുന്ന് മടങ്ങി. 2 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ റോഡ് സൈഡിൽ പോലീസ് സ്റ്റേഷൻ. അത് കണ്ട് ഞാനൊന്ന് ഞെട്ടി. നീ പേടിക്കണ്ട, ഞാൻ സംസാരിച്ചോളാം. പോലീസ് വണ്ടിക്ക് കൈകട്ടി. ഞാൻ വണ്ടി നിർത്തി. എവിടെ പോവാടാ? പോലീസുകാരൻ എന്നോട് ചോദിച്ചു. ഓട്ടം പോവാണ് സാർ. നീ കള്ളു കുടിച്ചിട്ടുണ്ടോ? ഇല്ല സാർ.
എന്നാ പൊക്കോ, അയാൾ പിന്നിലേക്ക് മാറിക്കൊണ്ട് പറഞ്ഞു. എന്റെ ശ്വാസം നേരെ വീണു. വണ്ടി വീണ്ടും മുമ്പോട്ട് നീങ്ങി. എന്താടാ, പേടിച്ചു പോയോ? ഏയ് ഇല്ല, ഞാൻ വെറുതെ പറഞ്ഞു. കള്ളം പറയരുത്, നിന്റെ സംസാരം കേട്ടപ്പോ മനസ്സിലായി നീ പേടിച്ചെന്ന്. ഞാൻ ഒന്നും മിണ്ടിയില്ല. ഡാ, നമുക്ക് ബീച്ചിൽ പോയാലോ? അത് വേണോ? അതല്ലേ നല്ലത്, പോലീസ് ചെക്കിങ്ങും പേടിക്കണ്ട. നേരം വെളുക്കും വരെ അവിടെ ഇരിക്കുകയും ചെയ്യാം. ഓക്കെ, എല്ലാം മാഡത്തിന്റെ ഇഷ്ടം പോലെ, ഞാൻ കളിയാക്കി പറഞ്ഞു. അത് കേട്ട് അവരൊന്ന് ചിരിച്ചു. ഞാൻ ഓട്ടോ ബീച്ചിന്റെ ഭാഗത്തേക്ക് വിട്ടു. ഞങ്ങൾ ബീച്ചിലെത്തി. ഞാൻ ഓട്ടോ ഒരു ഇടവഴിയിലേക്ക് കയറ്റി നിർത്തി. നല്ല ഇരുട്ട്. ഞങ്ങൾ വണ്ടിയിൽ നിന്നും ഇറങ്ങി ബീച്ചിലേക്ക് നടന്നു. ഇരുട്ടിൽ ജിയ എനിക്ക് പേടി വരുന്നു സുനി എന്നും പറഞ്ഞ് എന്റെ കയ്യിൽ പിടിച്ചു. ഞാനൊന്ന് ഞെട്ടി. ഞാനൊന്നും മിണ്ടിയില്ല. ഞങ്ങൾ ബീച്ചിലേക്ക് നേരെ നടന്നു. ഞങ്ങൾ കുറെ തെങ്ങുകൾ കൂടി നിൽക്കുന്ന ഭാഗത്തേക്ക് നടന്നു. നല്ല കാറ്റ്, മനസ്സും ശരീരവും നല്ലതുപോലെ തണുത്തു. ഞങ്ങൾ ഒരു തെങ്ങിന്റെ ചുവട്ടിലിരുന്നു. ജിയ എന്റെ ഇടതു ഭാഗത്തിരുന്നു. നല്ല കാറ്റ്. ജിയ വിറച്ചുകൊണ്ട് പറഞ്ഞു, തണുക്കുന്നുണ്ടോ ചേച്ചി? നല്ല സുഖമുള്ള തണുപ്പ്. എന്നാ ഇവിടെ ഒരു 10 സെന്റ് സ്ഥലം വാങ്ങി വീട് വെക്കേ, എപ്പോഴും ഈ കാറ്റ് കൊള്ളാലോ. ആ ദുഷ്ടനുമായിട്ടല്ലേ ജീവിക്കുന്നത്, കാറ്റ് പോയിട്ട് ഒരു പക്ഷി പോലും പറക്കില്ല. എന്നാ ചേച്ചി ഒറ്റയ്ക്ക് താമസിക്കേ. ഓ, ഒറ്റയ്ക്ക് താമസിച്ച ബോറടിക്കും. എന്നാ ആ പുല്ലനെ കളഞ്ഞിട്ട് വേറൊരു കല്യാണം കഴിക്കേ. എന്നിട്ട് എന്തിനാ ഇനിയൊരു ഭാഗ്യപരീക്ഷണം നോക്കാൻ ഞാനില്ല. ആണുങ്ങളെല്ലാം എന്റെ ഭർത്താവിനെ പോലെ ആവും. എല്ലാരും അങ്ങനെയല്ല. പുള്ളിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ചേച്ചിയുടെ കണ്ണുകൾ ഒരിക്കലും നിറയില്ലായിരുന്നു. ഞാൻ ചേച്ചിയെ സ്നേഹം കൊണ്ട് മൂടിയാനേ. ജിയ ഒന്നും മിണ്ടിയില്ല. കുറെ നേരം കടലിലേക്ക് നോക്കിയിരുന്നു. ഞാൻ പറഞ്ഞത് അബദ്ധമായി പോയി എന്ന് എനിക്ക് തോന്നി. നീ ഇതുവരെയും ആരെയും പ്രേമിച്ചിട്ടില്ലേ? ജിയ എന്നോട് ചോദിച്ചു. അങ്ങനെ ചോദിച്ചാ ഒരാളോട് തോന്നിയിട്ടുണ്ട്. എന്റെ കൂടെ കോളേജിൽ പഠിച്ചതാ. പക്ഷെ അവളോട് തുറന്നു പറയാൻ എനിക്ക് പേടിയായിരുന്നു. അതുകൊണ്ട് പറഞ്ഞില്ല. മണ്ടൻ. ഡാ, ഒരാളോട് പ്രേമം തോന്നിയാൽ അത് തുറന്നു പറയാനുള്ള ധൈര്യം വേണം. തുറന്നു പറഞ്ഞാൽ അവൾ നിന്നെ തൂക്കിക്കൊല്ലത്തൊന്നും ഇല്ലായിരുന്നല്ലോ. ശരിയാ, പോയത് പോയി. ഇനി ആരോടെങ്കിലും തോന്നുവാണേൽ നേരെ ചെന്ന് പറയും. ചേച്ചിക്ക് പ്രേമമൊന്നുമില്ലായിരുന്നു. ഉണ്ടായിരുന്നു, പക്ഷെ നിന്നെ പോലെയായിരുന്നു അവനും. പേടിത്തൊണ്ടനായിരുന്നു. 2 വർഷം സ്നേഹിച്ചു. അവസാനം എന്റെ വീട്ടിലെറിഞ്ഞ് എന്റെ കസിൻ അവനെ ഇടിക്കാൻ പിടിച്ചപ്പോൾ അവൻ പ്രേമം നിർത്തി ഗുഡ് ബൈ പറഞ്ഞു. പിന്നെ ഈ കല്യാണാലോചന വരുന്നത്. ചേച്ചിയുടെ ഭർത്താവിന്റെ ഫോട്ടോ ഒന്ന് കാണിക്കാവോ? ജിയ ഫോൺ എടുത്തു. അതിൽ നിന്നും അവർ രണ്ടുപേരും കൂടെ നിൽക്കുന്ന ഫോട്ടോ എനിക്ക് കാട്ടിത്തന്നു. നല്ല കറുത്തിട്ടാണ്, കഷണ്ടി തലയും, ഫുട്ബോൾ വിഴുങ്ങിയ പോലുള്ള വയറും. ജിയയും അയാളെയും കണ്ടാൽ അച്ഛനും മകളുമാണെന്നേ പറയൂ. ചേച്ചി, ഇയാളെ കണ്ട ചേച്ചിയുടെ അപ്പനാണെന്നേ പറയൂ. എങ്ങനെ ഒപ്പിച്ചു ഈ കളവനെ? എന്റെ സംസാരം അവർക്ക് വിഷമം വന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. സോറി ചേച്ചി, ഞാനൊരു തമാശ പറഞ്ഞതാ, ചേച്ചിക്കറിയാതെ. ജിയയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഞാൻ ആ കണ്ണുനീർ എന്റെ വലത് കൈ കൊണ്ട് തുടച്ചു. ജിയ എന്റെ മുഖത്തേക്ക് നോക്കി. ഞാനും അവരുടെ മുഖത്ത് നോക്കി. എന്നെ ഞെട്ടിച്ചുകൊണ്ട് ജിയ എന്റെ ഇടത്തെ തോളിലേക്ക് തല ചായച്ചു. ഉറക്കം വരുന്നുണ്ടോ? വിറക്കുന്ന ശബ്ദത്തിൽ ഞാൻ അവരോട് ചോദിച്ചു. ഇല്ല. എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ? എന്തിനെ? ഭർത്താവിനെ കുറിച്ച് പറഞ്ഞത് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്ക് തോന്നി. ഭർത്താവോ? എന്നെ ചതിച്ച അങ്ങേരെ എന്റെ ഭർത്താവല്ല. ഇനി എന്റെ ജീവിതത്തിൽ അങ്ങേർക്ക് ഒരു സ്ഥാനവുമില്ല. വീണ്ടും നിറകണ്ണുകളോടെ അവർ പറഞ്ഞു. ഞാൻ വീണ്ടും ആ കണ്ണുകൾ മെല്ലെ തുടച്ചു. എനിക്കപ്പോൾ അവരോട് സഹതാപമായിരുന്നില്ല. മനസ്സ് നിറയെ വല്ലാത്തൊരടുപ്പമായിരുന്നു. മുൻപെപ്പോഴോ ഒരുപാട് അടുത്തിറങ്ങിയ ഒരാളെ പോലെ. നീ പയ്യനാ. നീ കല്യാണം കഴിച്ചാൽ ഭാര്യയെ ഒരിക്കലും ചതിക്കരുത്. ഒരു പെണ്ണും അത് സഹിക്കില്ല. ഞാൻ ചേച്ചിയെ കല്യാണം കഴിക്കട്ടെ. പെട്ടെന്ന് എന്റെ വായിൽ നിന്നും അങ്ങനെ ഒരു മറുപടി അവർ പ്രതീക്ഷിച്ചില്ല. അവർ ഞെട്ടി എന്റെ തോളിൽ നിന്നും തലയുയർത്തി. ചേച്ചി നേരത്തെ എന്നോട് പറഞ്ഞതുപോലെ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് അവളുടെ മുഖത്ത് നോക്കി പറയണമെന്ന് എനിക്ക് ചേച്ചിയെ ഇപ്പോൾ ശരിക്കും ഇഷ്ടമാണ്. ചേച്ചിയുടെ എല്ലാ ദുഃഖവും എനിക്ക് തന്നുകൂടെ? ഒരിക്കലും ഞാൻ ചേച്ചിയെ കരയിക്കാതെ ചേച്ചിയെ പൊന്നുപോലെ നോക്കിക്കോളാം. സുനി, നീ എന്തൊക്കെയായി പറയുന്നത്? നമ്മൾ തമ്മിൽ ഏതാനും മണിക്കൂറുകൾ മാത്രമേ പരിചയമുള്ളൂ. പക്ഷേ ആ സമയം കൊണ്ട് ചേച്ചിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ ഒരുപാട് ടെസ്റ്റുകൾ എഴുതുന്നുണ്ട്. എനിക്ക് ഉടൻ ജോലി കിട്ടും, എനിക്ക് ഉറപ്പാണ്. ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചേച്ചിയെ കല്യാണം കഴിച്ചോളാം. എന്താ നീ പറയുന്നേ? ഞാനും നീയും എത്ര വയസ്സിന് വ്യത്യാസമുണ്ടെന്ന് അറിയാമോ? എനിക്ക് 28 വയസ്സുണ്ട്. എനിക്ക് 24 വയസ്സുണ്ട്. ഞാനൊരു കള്ളം പറഞ്ഞു. 4 വയസ്സിന് വ്യത്യാസമല്ലേ ഉള്ളൂ. എനിക്കത് വലിയ വ്യത്യാസമായി തോന്നുന്നില്ല. അത് ശരിയാവില്ല, അത് തെറ്റാണ്. ആളുകൾ എന്നെ മോശമായ രീതിയിലേ കാണും. ഒരു തെറ്റുമില്ല. ചേച്ചിക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് പറ. ആളുകൾ പലതും പറയും. അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ ജീവിതം തീരുമാനിക്കുന്നത് നമ്മളാണ്. ജിയ ഒന്നും മിണ്ടിയില്ല. ഞാൻ ജിയയുടെ 2 കൈകളും പിടിച്ചു. അവളുടെ മുഖത്തേക്ക് നോക്കി. പറ ചേച്ചി, എന്നെ ഇഷ്ടമാണോ? അവളിൽ നിന്നും മറുപടി ഒന്നും വന്നില്ല, ഒരു പുഞ്ചിരി അല്ലാതെ. പെട്ടെന്നായിരുന്നു ആ മഴയും മിന്നലും വന്നത്. ഞങ്ങൾ ആകെ നനയാൻ തുടങ്ങി. അപ്പോഴാണ് ആ മിന്നലിന്റെ വെളിച്ചത്തിൽ ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു കെട്ടിടം ഞാൻ കണ്ടത്. ഞാൻ അവരുമായി ആ കെട്ടിടത്തിന്റെ അടുത്തേക്ക് നടന്നു. എന്നെ എവിടെ കൊണ്ടുപോവാ സുനി? വാ, പറയാം. അങ്ങനെ ആ കെട്ടിടത്തിനുള്ളിൽ ഇത്തിരിയുള്ള സ്ഥലത്ത് മഴ കൊള്ളാതെ ഞങ്ങൾ കയറിയിരുന്നു. ശേഷം മണിക്കൂറുകളോളം അത് തുടർന്നു. ആ മഴയിൽ എല്ലാം ഒലിച്ചിറങ്ങും വരെ. ആ ചൂട് പിടിച്ച ഇരുട്ടിൽ ഞങ്ങളുടെ നനഞ്ഞ തുണികൾ വരെ ഉണങ്ങിയിരുന്നു. എല്ലാം ശമിച്ച ഒരു നിമിഷത്തിൽ പുറത്ത് പെയ്യുന്ന മഴയും നോക്കിക്കൊണ്ട് ഞങ്ങളിരുന്നു. പിന്നെ മഴ തീർന്നപ്പോൾ ഞാനും ജിയയും എഴുന്നേറ്റ് കൈകൾ കോർത്തു പിടിച്ച് നടന്നു. കുറച്ചു ദൂരം നടന്നപ്പോൾ, സുനി, നിന്നോടൊരു സത്യം പറയട്ടെ? പറ ചേച്ചി. നീ ആദ്യം ഈ ചേച്ചിയോടെ നിർത്ത്. സോറി, പറയ എന്റെ ജിയമോളെ. ജിയ ഒന്ന് ചിരിച്ചുകൊണ്ട് തുടർന്നു.
ഞാൻ എന്റെ വീട്ടിലെത്തിയിട്ട് ആത്മഹത്യ ചെയ്യാമെന്ന് ഉറപ്പിച്ചാണ് അയാളുടെ അടുത്ത് നിന്നും ഇറങ്ങിയത്. പക്ഷെ നിന്റെ സംസാരം, നിന്റെ സ്നേഹം എന്നെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു. ഞാനിപ്പോൾ പൂർണ്ണമായും നിന്റെയാണ്. നീയും എന്നെ ചതിക്കുമോ? ജിയയുടെ ചോദ്യത്തിൽ ഞാൻ എന്തു പറയണമെന്നറിയാതെ കുറച്ചുനേരം നിന്നു. ശേഷം അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, നീ എനിക്കുള്ളതാണ്. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, ഒരു മരണത്തിനും കൊടുക്കില്ല. എന്നാ ഈ കടലമ്മയെ സാക്ഷി നിർത്തി നീ എനിക്ക് സത്യം ചെയ്തതാ, എന്നെ ഉപേക്ഷിക്കില്ല എന്ന്. ജിയ എന്റെ കയ്യിൽ പിടിച്ച് കടലിന്റെ അടുത്തേക്ക് നടന്നു. ഞങ്ങൾ കടലിന്റെ തൊട്ടടുത്തെത്തി. സത്യം ചെയ്തതാ. എന്റെ ജീവിതകാലം മുഴുവൻ ഈ ജിയമോളുടെ ഭർത്താവായും എനിക്ക് ജിയമോളിൽ ഉണ്ടാവുന്ന കുട്ടികളുടെ അച്ഛനുമായും ഇനിയുള്ള കാലം ജീവിക്കാമെന്നും ഈ ഉള്ളവൻ കടലമ്മയെ സാക്ഷി നിർത്തി സത്യം ചെയ്യുന്നു. മതിയോ? മതി എന്റെ ഭർത്താവേ. പിന്നെ അധിക നാളുകൾ നീണ്ടില്ല. എനിക്ക് KSEBയിൽ ജോലി കിട്ടി. എന്റെ പ്രിയതമയെ കെട്ടിക്കൊണ്ട് വരികയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ മോട്ടിവേഷണൽ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പൊ ഇതിലും നല്ല കഥകളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ ഫ്രണ്ട്സ്.